ഈ ഒരു പാർക്കിംഗ് ഫീന്റെ പേരും പറഞ്ഞിട്ട് ജനങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തുന്ന വേറെ എയർപോർട്ട് ഒന്നുണ്ടോ എന്നുള്ള സംശയമാട്ടോ. വേറെ ഏതുമല്ല, ഇത് കരിപ്പൂർ എയർപോർട്ടാണ്. ഇന്നാണ് അനിയൻ ദുബായിൽ നിന്ന് വരുന്ന ദിവസം കേട്ടോ. അപ്പൊ ഫാമിലിനെ എല്ലാത്തിനും കൂട്ടിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഈ കാണുന്നതാണ് കാലിക്കറ്റ് കരിപ്പൂർ എയർപോർട്ട് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഈ സിസ്റ്റം ഒന്നുകൂടെ റെഡിയാക്കിയാൽ നന്നായിരുന്നു. ഒടുവിൽ എല്ലാവരും എയർപോർട്ടിൽ എത്തിയിട്ടോ. അപ്പൊ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഓൾറെഡി ഞങ്ങളെ കസിൻസ് ആയിട്ടുള്ള റമീസും സീനും ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഭയങ്കര ത്രില്ലിൽ ഇങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ. കാക്കുന്ന് ഗൾഫിൽ നിന്ന് വരികയാണല്ലോ. അപ്പൊ നല്ല ചോക്ലേറ്റും മിഠായും JCBയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള നല്ല ആകാംക്ഷയിൽ ഇങ്ങനെ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ലഗേജ് കിട്ടി വരുമ്പോൾ സമയം ഒരുപാട് എടുക്കുന്നത് പാങ്ങക്കൊന്നും അറിയില്ലല്ലോ. തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തൊക്കെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന വേറെ ടീമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ റിഫ്നാസിനെ നമുക്ക് കയ്യിൽ കിട്ടിട്ടോ. അങ്ങനെ ബാഗും ലഗേജ് ഒക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകാം. ദുബായിലെത്തിയപ്പോൾ മുടിയൊക്കെ ഒരുപാട് വളർന്നിക്കണം കേട്ടോ. കുട്ടികളാണെങ്കിൽ ഈ ലഗേജിന്റെ ട്രോളിന്റെ മേലെ കയറിയിരിക്കാനൊക്കെ വാശി പിടിക്കട്ടോ. അപ്പോൾ ഓല ആഗ്രഹമല്ലേ വെച്ചിട്ട് എന്തായാലും കയറ്റി. നമുക്കൊന്നും നമ്മളെ പ്രായത്തിലൊന്നും ഇതൊന്നും കിട്ടിയിട്ടില്ല. ഓലെങ്കിലും ഒന്ന് ആഘോഷിക്കട്ടെ. അങ്ങനെ എല്ലാം സെറ്റായി ഈ കുട്ടികളെ കൊണ്ടിട്ട് ഈ പൊരി വെയിലത്ത് ഈ ഒരു പാർക്കിങ്ങിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം അവിടെ ഡിലേ ആയി നിന്നിട്ടോ. ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം വരും എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ശുഭദിനം.